ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ശിവരാത്രി ആഘോഷിക്കാറുണ്ട് അല്ലേ? മഹാശിവരാത്രി. അത് മാത്രമല്ല, എല്ലാ മാസവും ശിവരാത്രികളുണ്ട്. ഒരു വർഷം 12 ശിവരാത്രികളുണ്ട്. എല്ലാ മാസത്തെയും കൃഷ്ണപക്ഷ ചതുർദശി ദിവസം, അതായത് കൃഷ്ണപക്ഷത്തിലെ 14-ാമത്തെ ദിവസം മാസ ശിവരാത്രിയായിട്ട് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ആ ദിവസം ഫെബ്രുവരിയിലെ 8-ാം തീയതിയാണ്. ഫെബ്രുവരി 8-ാം തീയതി വ്യാഴാഴ്ച നമുക്ക് സന്ധ്യയ്ക്ക് ഭഗവാനെ വിളിച്ച്, മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമഃശിവായ, ഓം നമഃശിവായ എന്ന് പറയുന്ന പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് 108 തവണ അന്നത്തെ ദിവസം ജപിക്കാം. ശിവസഹസ്രനാമങ്ങളൊക്കെ ജപിക്കാം, ഭഗവാനെ പ്രാർത്ഥിക്കാം, ശിവക്ഷേത്ര ദർശനം നടത്താം, എല്ലാം ചെയ്യാം. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അത് പ്രദാനം ചെയ്യും. ഭഗവാൻ പരമശിവൻ തൻ്റെ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ശിവരാത്രി ദിവസമെന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ നാരായണൻ്റെ മുമ്പിലും ബ്രഹ്മദേവൻ്റെ മുമ്പിലും ജ്യോതിർലിംഗ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതായത് നമുക്കെല്ലാവർക്കും അറിയാം ആ കഥ. ഒരു തീജ്വാലയുടെ രൂപം ഭഗവാൻ നാരായണൻ്റെ മുമ്പിലും ബ്രഹ്മദേവൻ്റെ മുമ്പിലും പ്രത്യക്ഷപ്പെടുന്നു. ഇതെന്താണ് എന്ന് ഇവർ തമ്മിൽ ചോദിക്കുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ പറയുകയാണ്, ഞാൻ മുകളിലേക്ക് പോയി ഇതിൻ്റെ അവസാനം കണ്ടെത്തിയിട്ട് വരാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യം കണ്ടെത്തിയിട്ട് വരാമെന്ന് പറയുന്നു. അപ്പോൾ മഹാദേവൻ്റെ ഈ അവസാന ഭാഗം, മഹാദേവനാണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നില്ല. അതിൻ്റെ അവസാന ഭാഗം ഞാനും നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ഭഗവാൻ നാരായണൻ താഴേക്കും പോകുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും 2 ദിശയിലേക്ക് പോവുകയാണ്. ഭഗവാൻ നാരായണൻ ഒരുപാട് ദൂരം താഴേക്ക് സഞ്ചരിച്ചിട്ടും ഇതിൻ്റെ അവസാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം തിരിച്ചു വരുന്നു. ബ്രഹ്മദേവനും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ബ്രഹ്മദേവൻ ഒരു നുണ പറയുകയാണ്, ഞാൻ കണ്ടുവെന്ന് പറയുന്നു. അപ്പോഴാണ് അവരുടെ മുമ്പിൽ ജ്യോതിർലിംഗ രൂപത്തിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് ബ്രഹ്മദേവൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഭൂമിയിൽ അദ്ദേഹത്തിൻ്റേതായൊരു ക്ഷേത്രം ഉണ്ടാവുകയില്ലെന്നും മനുഷ്യരാരും തന്നെ അദ്ദേഹത്തെ പൂജിക്കുകയില്ല എന്നും ഒരു ശാപം കൊടുക്കുകയാണ്. അങ്ങനെ ത്രിമൂർത്തികളിൽ ഒരാളായ മഹാദേവൻ ഭഗവാൻ നാരായണൻ്റെയും ബ്രഹ്മദേവൻ്റെയും മുമ്പിൽ ജ്യോതിർലിംഗ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ശിവരാത്രി എന്നും ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും ഫെബ്രുവരി 8-ാം തീയതി വ്യാഴാഴ്ച ദിവസം സന്ധ്യാസമയത്തെ പ്രാർത്ഥനയിൽ ഭഗവാൻ പരമശിവനെ ഉൾപ്പെടുത്തുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ സകല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും. മഹാശിവരാത്രി എടുക്കുന്നത് കൂട്ടത്തിൽ തന്നെ എല്ലാ മാസവും വരുന്ന ഈ ശിവരാത്രി ദിവസം നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവഭഗവാന് ധാരകളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇനി അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ആ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കി സന്ധ്യാസമയത്തെ പ്രാർത്ഥനയിൽ ഭഗവാനെ ഉൾപ്പെടുത്തുക. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഗീതാ ക്ലാസ്സുകൾ എല്ലാവരും കയറി കാണണം സമയമുള്ളപ്പോൾ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.